ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായി ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വെളിച്ചെണ്ണ, ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/3 കപ്പ് മിൽക്ക് പൗഡർ. നമ്മൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ വേണം സാധനങ്ങൾ എടുക്കാൻ. 2-3 കാഷ്യൂനട്ട്, ബദാം, മുന്തിരിങ്ങ, ഈന്തപ്പഴവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൊക്കോ പൗഡറും മിൽക്ക് പൗഡറും നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അരിക്കുന്ന സമയത്ത് കട്ടയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊന്നും നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. അതിനായി വെള്ളം വെച്ച പാത്രത്തേക്കാൾ വലിയൊരു പാത്രം വേണം മുകളിൽ വയ്ക്കാൻ. ഇതുപോലൊരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ പാത്രം എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം താഴെയുള്ള പാത്രത്തിലെ ആവിയോ വെള്ളമോ ഒന്നും ഇതിൽ വരാതിരിക്കാനാണ്. നമ്മൾ ഈ തയ്യാറാക്കുന്ന പാത്രത്തിൽ വെള്ളമായി ഒട്ടും കാണരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ 2 മോൾഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം മോൾഡ് ഇല്ലെങ്കിൽ ഐസ് ട്രേയിലാണെങ്കിലും ഒഴിച്ച് വെക്കാവുന്നതാണ്. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് ഇതുപോലെ ചെറിയ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ മോൾഡിലേക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത മോൾഡിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 മോൾഡിലേക്കും ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 മണിക്കൂർ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാലൻസ് വന്നത് വേറെ 2-3 മോൾഡുകളിൽ കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കടയിലൊന്നും പോയി ചോക്ലേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.